ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ തേർഡ് മൊഡ്യൂള് ഓട്ടോമൊബൈൽ ട്രാൻസ്മിഷൻ്റെ തേർഡ് മൊഡ്യൂള് പാർട്ട് 1 ആണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ തേർഡ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താ വെച്ചാൽ ഡ്രൈവ് ലൈനിനെ കുറിച്ചാണ്. ഡ്രൈവ് ലൈൻ. അപ്പോൾ എന്താണ് ഡ്രൈവ് ലൈൻ? അത് പറയുന്നതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളിലേക്ക് ഒന്നുകൂടി എത്തി നോക്കാം. ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞാൽ എന്താണ്, ട്രാൻസ്മിഷൻ സിസ്റ്റത്തെ കുറിച്ചാണ്. അഥവാ നമ്മൾ സബ്ജക്റ്റിൻ്റെ പേരിന് ഓട്ടോമൊബൈൽ ട്രാൻസ്മിഷൻ എന്നാണല്ലോ. അപ്പോൾ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലെ ഡിഫറെൻറ്റ് കമ്പോണൻസുകൾ നമ്മൾ പരിചയപ്പെട്ടു. എന്താണ് ട്രാൻസ്മിഷൻ സിസ്റ്റം? എൻജിനിൽ നിന്നുള്ള ഡ്രൈവ് വീൽസിലേക്ക് എത്തിക്കുന്ന ഒരുപാട് യൂണിറ്റ്സ് അടങ്ങിയിട്ടുള്ള ആ ഒരു സിസ്റ്റത്തെയാണ് ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അതിലെന്തൊക്കെയുണ്ട്? ക്ലച്ച്, ഗിയർ ബോക്സ്, ഡിഫറൻഷ്യൽ, പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, യൂണിവേഴ്സൽ ജോയിൻസ്, ഫൈനൽ ഡ്രൈവ്, ഹാഫ് ഷാഫ്റ്റുകൾ, ആക്സിൽസ്, വീൽസ്. ഇത് നമ്മൾ കമ്പോണൻസ് ഓഫ് ട്രാൻസ്മിഷൻ സിസ്റ്റം അല്ലെങ്കിൽ യൂണിറ്റ്സ് ഓഫ് ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഇതിലെ ഫസ്റ്റ് മെയിൻ കമ്പോണൻ്റ് ആയിട്ടുള്ള ക്ലച്ചുകളെ കുറിച്ച് പഠിച്ചു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലച്ചസ്, അതിൻ്റെ കൺസ്ട്രക്ഷൻ, വർക്കിംഗ്. അത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഗിയർ ബോക്സിനെ കുറിച്ച് പഠിച്ചു. അതിൽ തന്നെ മാനുവൽ ട്രാൻസ്മിഷൻ, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, സെമി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ, ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കി. മാത്രമല്ല നമ്മൾ 2 വീലറിൽ ഉപയോഗിക്കുന്ന, 3 വീലറിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് ട്രാൻസ്മിഷൻ ഗിയർ സ്പെഷ്യൽ ഗിയർ ബോക്സുകൾ, CVTകൾ, അതിൻ്റെ കൂടെ നമ്മൾ ട്രാൻസ്ഫർ ബോക്സുകളെ കുറിച്ച് പഠിച്ചു. ആൾസോ ഓവർ ഡ്രൈവിനെ കുറിച്ച് പഠിച്ചു. ഇനി നമുക്ക് നമ്മൾ എൻജിനിൽ നിന്നുള്ള ഡ്രൈവ് ഇപ്പോൾ എവിടെ എത്തി? ഗിയർ ബോക്സ് കഴിഞ്ഞ് ട്രാൻസ്ഫർ ബോക്സ് വരെ എത്തി, 4 വീൽ ഡ്രൈവ് വാഹനമാണെങ്കിൽ. അല്ലെങ്കിൽ എൻജിനിൽ നിന്നുള്ള ഡ്രൈവ് ഗിയർ ബോക്സ് വരെ എത്തി, 2 വീൽ ഡ്രൈവ് വെഹിക്കിൾ ആണെങ്കിൽ. ഇതിൽ തന്നെ നമ്മൾ ട്രാൻസ്മിഷൻ സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡ്രൈവുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. ഫ്രണ്ട് എൻജിൻ ഫ്രണ്ട് വീൽ ഡ്രൈവ്, ഫ്രണ്ട് എൻജിൻ റിയർ വീൽ ഡ്രൈവ്, 4 വീൽ ഡ്രൈവ് അല്ലെങ്കിൽ ഓൾ വീൽ ഡ്രൈവ്, നെക്സ്റ്റ് റിയർ എൻജിൻ റിയർ വീൽ ഡ്രൈവ്. ഇങ്ങനെയൊക്കെ ഓരോ വാഹനത്തിൻ്റെയും എൻജിൻ എവിടെ സ്ഥിതി ചെയ്യുന്നു, ഏത് വീൽസിലേക്ക് പവർ കൊടുക്കുന്നു, ഇതിനനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു വാഹനത്തിൽ നമ്മൾ എൻജിന് പവർ ഉൽപ്പാദിപ്പിച്ചു, ക്ലച്ച് വഴി ഗിയർ ബോക്സിലെത്തി. ഇനി 4 വീൽ ഡ്രൈവ് ആണെങ്കിൽ ട്രാൻസ്ഫർ ബോക്സിലെത്തി. ഇനി അവിടുന്ന് വീൽസിലേക്ക് നമ്മൾ എത്തിക്കുന്ന കമ്പോണൻസിനെയാണ്, അതിനിടയിൽ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞ ഒരു മെയിൻ യൂണിറ്റ് വരുന്നുണ്ട്. ആ ഡിഫറൻഷ്യൽ ഒഴിച്ച് ബാക്കി ഈ ഒരു പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഷാഫ്റ്റുകളും അതിൻ്റെ ജോയിൻസും അടങ്ങിയിട്ടുള്ളതാണ് ഡ്രൈവ് ലൈൻ. അതിൽ മെയിനായിട്ടുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത് ഒന്ന് പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, 2 യൂണിവേഴ്സൽ ജോയിൻസ്, നെക്സ്റ്റ് ഫൈനൽ ഡ്രൈവ്. ഈ ഫൈനൽ ഡ്രൈവ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യലിൻ്റെ അകത്ത് തന്നെ വരുന്നതാണ്. നെക്സ്റ്റ് ഹാഫ് ഷാഫ്റ്റുകൾ, നെക്സ്റ്റ് ആക്സിൽസ്. ഇപ്പോൾ ഇത്രയും യൂണിറ്റ്സാണ് ഈ ഡ്രൈവ് ലൈനിൽ വരുന്നത്.
അപ്പോൾ ഇതിലുള്ള ഫസ്റ്റ് വൺ പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, ഇതെല്ലാ വെഹിക്കിളിലും കാണണമെന്നില്ല. ഏത് ടൈപ്പ് വെഹിക്കിളിലൊക്കെയാണ് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് കാണുക? ഫ്രണ്ട് എൻജിൻ റിയർ വീൽ ഡ്രൈവ്. ഫ്രണ്ടിന് എൻജിനും ബാക്കിലത്തെ വീൽ അല്ലെങ്കിൽ റിയർ വീലിലേക്ക് നമ്മൾ പവർ കൊടുക്കുന്ന ടൈപ്പ് വാഹനങ്ങളിൽ, ഫോർ എക്സാമ്പിൾ ഒരു ലോറി, ഒരു ജീപ്പ്, ബസ്സസ്, ഇതൊക്കെ നിങ്ങൾ കോമൺ ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും. അതിൻ്റെ ജസ്റ്റ് റണ്ണിങ്ങിൻ്റെ ഇടയിൽ സമയത്ത് നമ്മൾ വിട്ടുനിന്ന് താഴോട്ട് അതിൻ്റെ താഴ്ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഷാഫ്റ്റ് ഇങ്ങനെ ബാക്കിലേക്ക് പോകുന്ന ഷാഫ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, ഒരു ആംഗിളിൽ ഇങ്ങനെ ചെരിഞ്ഞിട്ടുള്ള ഷാഫ്റ്റ്. അതിനെ ഡിഫറൻഷ്യൽ ഹൗസിങ്ങിലേക്ക് കൊടുക്കുന്ന ഗിയർ ബോക്സിൽ നിന്ന് ഡിഫറൻഷ്യലിലേക്ക് ഇങ്ങനെ ഒരു ഷാഫ്റ്റ് കണക്ട് ചെയ്ത് നിൽക്കുന്നത് കാണാൻ പറ്റും. അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. അതാണ് പ്രൊപ്പല്ലർ ഷാഫ്റ്റ്. അപ്പോൾ ഫ്രണ്ടിൽ എൻജിനും ബാക്കിലത്തെ വീലിലേക്ക് പവർ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു കേസിൽ നമുക്ക് എൻജിനും ഗിയർ ബോക്സൊക്കെ ഏകദേശം മിഡിലിൽ അല്ലെങ്കിൽ ഫ്രണ്ടിലായിട്ട് വരും. ആ ഫ്രണ്ടിൽ നിന്ന് ആ ഒരു ബാക്ക് സൈഡിലെ വീൽസിലേക്ക് പവർ എത്തിക്കണമെങ്കിൽ, അഥവാ അവിടെ ബാക്ക് സൈഡിലെ വീൽസിലേക്ക് പവർ, അവിടെ ആ ബാക്ക് സൈഡിൻ്റെ റിയർ വീൽസ് എന്ന് പറയും. ആ റിയർ വീൽസിൻ്റെ സെൻറ്ററിൽ ഡിഫറൻഷ്യൽ ഉണ്ടാവും. ആ ഡിഫറൻഷ്യലിലേക്ക് നമ്മൾ ഈ ഗിയർ ബോക്സിൽ നിന്ന് ഡിഫറൻഷ്യലിലേക്ക് ഒരു ഷാഫ്റ്റ് വഴിയാണ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുക. സാധാരണ എന്താണ് റിയർ വീൽ ഡ്രൈവ് കാറുകളിലാണെങ്കിലും ബസ്സുകളിലാണെങ്കിലും ഹെവി വെഹിക്കിൾസ്, പാസഞ്ചർ ആയിക്കോട്ടെ, സാധാരണ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ആയിക്കോട്ടെ, ലോറീസ് ആയിക്കോട്ടെ, ഇതിലൊക്കെ ഫ്രണ്ട് എൻജിൻ റിയർ വീൽ ഡ്രൈവ് വെഹിക്കിൾസിലൊക്കെ ഇന്ന് നമ്മൾ കോമൺ ആയിട്ട് സാധാരണ കാണുന്ന ചെറിയ കാറുകൾ അതിൽ ഉണ്ടാവില്ല. അത് കൂടുതലും ഫ്രണ്ട് എൻജിൻ ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. ഫ്രണ്ട് എൻജിൻ റിയർ വീൽ ഡ്രൈവ് വെഹിക്കിളിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പ്രൊപ്പല്ലർ ഷാഫ്റ്റിന് കാണാൻ പറ്റും. അപ്പോൾ പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ ഫങ്ഷൻ എന്താണ്? ഗിയർ ബോക്സിൽ നിന്ന് ഡിഫറൻഷ്യലിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുക. അത് എൻ്റെ ഇടയിൽ കുറച്ച് ലെങ്ത് ഉണ്ടാകുമ്പോൾ അത് അടുത്തല്ലാതെ വരുന്നു. പ്രത്യേകിച്ച് ഫ്രണ്ട് എൻജിൻ റിയർ വീൽ ഡ്രൈവ് വെഹിക്കിളിലാണ് ഇത് കാണപ്പെടുന്നത്. അതുമാത്രമല്ല, 4 വീൽ ഡ്രൈവ് അല്ലെങ്കിൽ ആൾ വീൽ ഡ്രൈവ് വെഹിക്കിളിലും പ്രൊപ്പല്ലർ ഷാഫ്റ്റുകൾ കാണാം. ഒന്നല്ല 2 പ്രൊപ്പല്ലർ ഷാഫ്റ്റ് വരെ കാണാം. അഥവാ 4 വീൽ ഡ്രൈവ് വെഹിക്കിൾസിൽ നമ്മൾ ട്രാൻസ്ഫർ ബോക്സിൽ നിന്ന് തിരിച്ച് ഫ്രണ്ട് വീൽസിലേക്കും റിയർ വീൽസിലേക്കും, അത് ഏകദേശം മധ്യത്തിലായിട്ടാണ് ട്രാൻസ്ഫർ ബോക്സ് വരിക. അവിടുന്ന് റിയർ വീൽസിലേക്കും ഫ്രണ്ട് വീൽസിലേക്കും എന്ത് വേണം? പ്രൊപ്പല്ലർ ഷാഫ്റ്റ് വഴി പവർ ട്രാൻസ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഡിഫറൻഷ്യലിൻ്റെയും ഗിയർ ബോക്സിൻ്റെയും ഇടയിലാണ് എന്ത് വരുന്നത്? പ്രൊപ്പല്ലർ ഷാഫ്റ്റ് വരുന്നത്. നെക്സ്റ്റ്, ഈ പ്രൊപ്പല്ലർ ഷാഫ്റ്റിൽ തന്നെയാണ് നമ്മൾ യൂണിവേഴ്സൽ ജോയിൻസ് വരുന്നത്. പ്രൊപ്പല്ലർ ഷാഫ്റ്റിൽ മാത്രമല്ല, ഇനി ഫ്രണ്ട് എൻജിൻ ഫ്രണ്ട് വീൽ ഡ്രൈവ് വെഹിക്കിൾസിലും ഹാഫ് ഷാഫ്റ്റുകളിലും നമ്മൾ ഈ യൂണിവേഴ്സൽ ജോയിൻസ് കാണും. അപ്പോൾ യൂണിവേഴ്സൽ ജോയിൻസ് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ടൂൾസിനെ കുറിച്ചൊക്കെ പഠിച്ചപ്പോഴും നിങ്ങൾ പഠിച്ചിരുന്ന യൂണിവേഴ്സൽ ജോയിൻസ് മെയിനായിട്ട് ഡിഫറെൻ്റ് ആംഗിളിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി 2 ഷാഫ്റ്റുകൾ, ആ ഷാഫ്റ്റ് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഷാഫ്റ്റുകളാണ്. ഒന്നിൻ്റെ ആക്സിസ് സെയിം പാരലൽ ഒരു ലൈനിലല്ല, ഒന്ന് എന്താണ് ചെറിയൊരു ആംഗിൾ ഇൻക്ലിനേഷനിലാണ് നമുക്ക് നെക്സ്റ്റ് ഷാഫ്റ്റ് ഉള്ളത്. അങ്ങനെ 2 ഷാഫ്റ്റുകൾ നമുക്ക് ജോയിൻ ചെയ്ത് തമ്മിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് യൂണിവേഴ്സൽ ജോയിൻസ്. നെക്സ്റ്റ്, ഫൈനൽ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഈ എൻജിനുള്ള ഡ്രൈവ്. അത് എൻജിൻ ചിലപ്പോൾ നിൽക്കുന്ന അതേ ഡയറക്ഷനിലാവില്ല വീൽസ് ഉള്ളത്. പ്രത്യേകിച്ച് ഫ്രണ്ട് എൻജിൻ റിയർ വീൽ ഡ്രൈവ് വെഹിക്കിൾസിലൊക്കെ എൻജിൻ നിൽക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. 90 ഡിഗ്രി പവർ ട്രാൻസ്മിഷൻ നിർബന്ധമാകുന്ന രീതിയിലായിരിക്കും എൻജിനും വീൽസും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു കേസിൽ 90 ഡിഗ്രി പവർ ട്രാൻസ്മിഷനും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ
എൻജിൻ എപ്പോഴും വളരെ ഹൈ സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്യുക. വീൽസ് നമ്മൾ അത്ര സ്പീഡ് ആവശ്യമില്ല. വീൽസിൽ എപ്പോഴും നമുക്ക് ടോർക്ക് കൂടുതൽ ആവശ്യമാണ് എൻജിനിലേറെ. അപ്പോൾ പെർമനൻ്റ് ആയിട്ട് സ്പീഡ് റെഡ്യൂസ് ചെയ്ത് ടോർക്ക് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു യൂണിറ്റും കൂടെയാണ് ഫൈനൽ ഡ്രൈവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫൈനൽ ഡ്രൈവ് ഗിയേഴ്സൊക്കെ നമ്മൾ നോക്കും. അത് ഡിഫറൻഷ്യലിൻ്റെ അകത്ത് തന്നെയാണ് ഈ ഫൈനൽ ഡ്രൈവ് യൂണിറ്റ് വരുന്നത്. ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഫൈനൽ ഡ്രൈവ് പ്ലസ് ഡിഫറൻഷ്യൽ ഗിയേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു യൂണിറ്റാണ് ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത്. അത് ഡിഫറൻഷ്യൽ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇനി നമ്മൾ നെക്സ്റ്റ് ഹാഫ് ഷാഫ്റ്റുകൾ എന്നാണ്. എന്താണ് ഹാഫ് ഷാഫ്റ്റുകൾ എന്ന് പറഞ്ഞാൽ, ഇനി ഫ്രണ്ട് എൻജിൻ ഫ്രണ്ട് വീൽ ഡ്രൈവ് വെഹിക്കിൾ ആണെങ്കിൽ, അല്ലെങ്കിൽ റിയർ എൻജിൻ റിയർ വീൽ ഡ്രൈവ് വെഹിക്കിൾ ആണെങ്കിൽ അവിടെ നമുക്ക് പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ ആവശ്യം വരില്ല. എൻജിനും ഫ്രണ്ടിലാണ്, വീൽസ് പവർ കൊടുക്കുന്ന വീൽസ് എന്ന് പറഞ്ഞാൽ ലൈവ് ആക്സിലും പവർ കൊടുക്കുന്ന വീൽസൊക്കെ ഫ്രണ്ട് ആക്സിലും ഫ്രണ്ട് വീലും ആണെങ്കിൽ അവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ മാരുതി 800 കാറ്, അതുപോലെ സ്വിഫ്റ്റ് ഡിസയർ ഏതായിക്കോട്ടെ, അതുപോലത്തെ എല്ലാ ആ ഒരു ഹാച്ച് ബാക്ക് ടൈപ്പ് നമ്മളിവിടെ കാണുന്ന എല്ലാ കാറുകളും അതിന് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് നമ്മൾ കാണില്ല. എന്താ, അതിൻ്റെ എൻജിന് ഫ്രണ്ടിലാണ്, ഗിയർ ബോക്സ് വരുന്നത് ഫ്രണ്ടിലാണ്. ആ ഗിയർ ബോക്സിൻ്റെ അവിടുന്ന് നേരിട്ട് നമുക്ക് ഡിഫറൻഷ്യലിലേക്ക് ഗിയർ ബോക്സിൽ നിന്ന് തന്നെ ഒരു ഗിയർ വെച്ചിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം അവിടെ തന്നെയാണ് വീൽസ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഡിഫറൻഷ്യലിൽ നിന്ന് പിന്നെ വീൽസിലേക്ക് നമ്മൾ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഗിയർ ബോക്സും ഡിഫറൻഷ്യലും കൂടി ഒറ്റ യൂണിറ്റ് ആയിട്ട് ഒരു ഗിയർ വെച്ചിട്ടാണ് നമ്മൾ ഗിയർ ബോക്സിൽ നിന്ന് ഡിഫറൻഷ്യലിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഈ ഒരു ടൈപ്പ് ഡിസൈനെയാണ് നമ്മൾ ട്രാൻസാക്സിൽ ഡിസൈൻ എന്ന് പറയുന്നത്. ട്രാൻസാക്സിൽ ഡിസൈൻ. ഇവിടെ പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ ആവശ്യമില്ല, കാരണം ഇവിടെ കുറേ ദൂരമില്ല. ഫ്രണ്ടിൽ എഞ്ചിൻ റിയർ വീൽ ഡ്രൈവിലാകുമ്പോൾ കുറച്ച് ദൂരമുണ്ട്, അവിടെ ഷാഫ്റ്റ് നിർബന്ധമാണ്. അപ്പോൾ ഇവിടെ പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ ആവശ്യമില്ല. ഇവിടെ എന്താണ്, ജസ്റ്റ് ഗിയർ ബോക്സിൽ നിന്ന് നേരെ ഡിഫറൻഷ്യലിലേക്ക് പവർ കൊടുക്കുകയാണ്. പക്ഷേ ഈ ഒരു കേസിൽ നമ്മൾ ഫ്രണ്ട് എഞ്ചിൻ ഫ്രണ്ട് വീൽ ഡ്രൈവ് വെഹിക്കിൾ ആകുമ്പോൾ അവിടെ നമ്മൾ ഹാഫ് ഷാഫ്റ്റുകൾ ഉപയോഗിക്കുന്നു. ഹാഫ് ഷാഫ്റ്റുകൾ എന്ന് വെച്ചാൽ ഈ ഡിഫറൻഷ്യലിൽ നിന്ന് വീൽസിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ. ഫ്രണ്ട് ആക്സിൽ ലൈവ് ആക്സിലാവുമ്പോൾ, ഫ്രണ്ട് എഞ്ചിൻ ഫ്രണ്ട് വീൽ ഡ്രൈവ് വെഹിക്കിൾ ആകുമ്പോൾ അവിടെ ഡിഫറൻഷ്യൽ മുകളിലും ഈ ഗിയർ ബോക്സും ഡിഫറൻഷ്യലും എഞ്ചിനൊക്കെ പാടെ മുകളിലായിരിക്കും, വീൽസ് കുറച്ച് താഴെ ആയിരിക്കും. അപ്പോൾ ആ ഡിഫറൻഷ്യലിൽ നിന്ന് നേരെ വീൽസിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ ഡിഫറൻഷ്യലിന് വീൽസിലേക്ക് നല്ല ആംഗിൾ ഇൻക്ലിനേഷൻ ഉണ്ടാവും. അപ്പോൾ അവർ പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ള യൂണിവേഴ്സൽ ജോയിൻസ് അടങ്ങിയിട്ടുള്ള ഷാഫ്റ്റുകളാണ് അതുണ്ടാവുക, അതിൽ നമ്മൾ യൂസ് ചെയ്യുക. അതാണ് ഹാഫ് ഷാഫ്റ്റുകൾ. അപ്പോൾ ആ ഹാഫ് ഷാഫ്റ്റുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കും. എന്നാൽ നമ്മൾ ഫ്രണ്ട് എഞ്ചിൻ റിയർ വീൽ ഡ്രൈവ് വെഹിക്കിൾ ആണെങ്കിൽ അവിടെ നമ്മൾ സാധാരണ ആക്സിൽസ് എന്നാണ് പറയാറ്. അവിടെ നമ്മൾ ഹാഫ് ഷാഫ്റ്റുകൾ ഉപയോഗിക്കുമെങ്കിലും റിയർ ആക്സിൽ എന്ന് പറഞ്ഞത് ഫ്രണ്ട് വീൽ ഡ്രൈവ് വെഹിക്കിളിലെ ഹാഫ് ഷാഫ്റ്റുകളെ പോലെ അല്ലായിരിക്കും. അത് നേരെ ഈ റിയർ ആക്സിലുകൾ എങ്ങനെയാണെന്ന് ജസ്റ്റ് സിമ്പിളായിട്ടുള്ള 2 ഷാഫ്റ്റ് ആയിരിക്കും. കാരണം ഫ്രണ്ട് എഞ്ചിൻ റിയർ വീൽ ഡ്രൈവ് വെഹിക്കിൾ ആണെങ്കിൽ അവിടെ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ലോറി ബസ്സിൻ്റെ കേസിലൊക്കെ നോക്കുകയാണെങ്കിൽ ഡിഫറൻഷ്യലും വീൽസും ഒരേ ലൈനിലാവും. വീൽസും ഡിഫറൻഷ്യൽ കേസിങ്ങും ഡിഫറൻഷ്യലും ഒക്കെ ഒരേ ലൈനിലാവും. അവിടെ എഞ്ചിനും ഗിയർ ബോക്സും സെപ്പറേറ്റ് മുകളിൽ നിന്ന് അവിടുന്ന് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് വഴി പ്രൊപ്പല്ലർ ഷാഫ്റ്റ് നമ്മൾ ആംഗിളിൽ കൊടുത്തിട്ട് നമ്മൾ ഡിഫറൻഷ്യലിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്ത് ഡിഫറൻഷ്യലും വീൽസൊക്കെ ഒരു ലൈനിലാണ് വരിക. അപ്പോൾ അവിടെ നമുക്ക് ജസ്റ്റ് സിമ്പിളായിട്ടുള്ള ഒരു ആക്സിൽ ഷാഫ്റ്റ് മാത്രം, 2 സൈഡിലേക്കും 2 ഹാഫ് ഷാഫ്റ്റിൽ 2 ആക്സിൽ ഷാഫ്റ്റുകൾ മതി.
അപ്പോൾ അവിടെ നമ്മൾ അതുകൊണ്ടാണ് അവിടെ പ്രത്യേക തരത്തിലുള്ള ഷാഫ്റ്റുകൾ ആവശ്യമില്ല. ജസ്റ്റ് ഡിഫറൻഷ്യലിൽ നിന്ന് വീൽസിലേക്ക് കൊടുക്കാൻ സിമ്പിളായിട്ടുള്ള ഷാഫ്റ്റുകൾ മതി. അതിനെ സാധാരണ നമ്മൾ ആക്സിൽ എന്ന് വിളിക്കാറ്. ഓക്കെ, എന്നാൽ ഫ്രണ്ട് എൻജിൻ ഫ്രണ്ട് വീൽ ഡ്രൈവ് വെഹിക്കിളാണെങ്കിൽ അവിടെ പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ ആവശ്യമില്ല. പകരം എന്താണ്, ഡിഫറൻഷ്യൽ ഗിയർ ബോക്സിൻ്റെ അടുത്ത് തന്നെ മുകളിലായിരിക്കും. നമ്മളെ മാരുതി 800 കാറുകളൊക്കെ പോലെ തന്നെ. അപ്പോൾ ഡിഫറൻഷ്യൽ കുറച്ച് മുകളിലും വീൽസ് താഴെ ആയിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ ഡിഫറൻഷ്യലിൽ നിന്ന് വീൽസിലേക്ക് നമ്മൾ പ്രത്യേകം ടൈപ്പ് യൂണിവേഴ്സൽ ജോയിൻസ് ഉള്ള ഷാഫ്റ്റുകളാണ് അതിൽ യൂസ് ചെയ്യുന്നതാണ് ഹാഫ് ഷാഫ്റ്റുകൾ. കോമൺ ആയിട്ട് നമ്മൾ ആ ഒരു ഹാഫ് ഷാഫ്റ്റുകളെന്ന് പറയാറ്. റിയർ വീൽ ഡ്രൈവ് വെഹിക്കിളാകുമ്പോൾ സാധാരണ റിയർ ആക്സിൽ അല്ലെങ്കിൽ റിയർ ആക്സിൽ ഷാഫ്റ്റുകൾ എന്നേ പറയാറുള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഓരോന്നിനെക്കുറിച്ചും നമ്മൾ ഇനി ഡീപ്പായിട്ട് നമുക്ക് നോക്കലാണ് ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പ്രൊപ്പല്ലർ ഷാഫ്റ്റുകളെ കുറിച്ചാണ്. അപ്പോൾ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊപ്പല്ലർ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ട്യൂബുലാർ ഷാഫ്റ്റാണ്. പ്ലസ് 2 യൂണിവേഴ്സൽ ജോയിൻസും ഒരു സ്ലൈഡിങ് ജോയിൻറ്റും അതിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ പ്രൊപ്പല്ലർ ഷാഫ്റ്റിൽ മെയിനായിട്ട് ഒരു ട്യൂബുലാർ ഷാഫ്റ്റ് ഉണ്ടാവും, 2 യൂണിവേഴ്സൽ ജോയിൻസ് ഉണ്ടാവും, ഒരു സ്ലൈഡിങ് ജോയിൻ്റ് ഉണ്ടാവും. ഇതാണ് ചിത്രത്തിൽ കാണാം. ഇതാണ് നമ്മുടെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ്. ഇതാണ് 2 യൂണിവേഴ്സൽ ജോയിൻസ്. ഇതാണ് നമ്മളെ സ്ലൈഡിങ് ജോയിൻ്റ്. ഇനി എന്തുകൊണ്ട് ഇത് ട്യൂബുലാർ ഷാഫ്റ്റായിട്ട് കൊടുത്തു? സോളിഡ് ഷാഫ്റ്റ്, ജസ്റ്റ് ഒരു സോളിഡായിട്ട് ദണ്ട് പോലെ കൊടുത്ത പകരം ഇതിൽ ഉള്ളു പൊള്ളയായിട്ടുള്ള ഷാഫ്റ്റുകളെയാണ് നമ്മൾ ട്യൂബുലാർ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ ട്യൂബുലാർ ഷാഫ്റ്റ് കൊടുത്തുള്ളത്? ഇവിടെ നമുക്ക് വെയിറ്റ് കുറച്ചിട്ട് കൂടുതൽ ടോർഷണൽ ലോഡ് എടുക്കാൻ. നമ്മൾ സോളിഡ് ഷാഫ്റ്റ് ആണെങ്കിൽ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇത് ട്വിസ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. നമ്മൾ വീൽസ് റെസ്റ്റിലും എന്താണ് ഗിയർ ബോക്സിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ വീൽസിലേക്ക് ഡ്രൈവ് വരികയാണ്. നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്ത് ഫസ്റ്റ് ഗിയറിലിട്ട് നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് അപ്പോൾ ഒരു ട്വിസ്റ്റിങ് മൊമെൻറ്റ്, ടോർഷണൽ വൈബ്രേഷൻ വരും, അല്ലെങ്കിൽ ടോർഷണൽ ലോഡ് വരും. ആ ടോർഷണൽ ലോഡിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കൂടുതൽ കപ്പാസിറ്റി ഉള്ളത്, അതുമാത്രമല്ല വെയിറ്റും നമുക്ക് കുറയ്ക്കാൻ കഴിയുന്നത് ഏതാണ്? ട്യൂബുലാർ ഷാഫ്റ്റുകളാണ് ഇൻസ്റ്റെഡ് ഓഫ് സോളിഡ് ഷാഫ്റ്റ്. അതുകൊണ്ട് നമ്മൾ ട്യൂബുലാർ ഷാഫ്റ്റുകളാണ് നമ്മൾ പ്രൊപ്പല്ലർ ഷാഫ്റ്റുകളായിട്ട് യൂസ് ചെയ്യുന്നത്. അവിടെ നമുക്ക് കൂടുതൽ ലോഡ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. എങ്ങനത്തെ ലോഡ്? ബെൻഡിങ് ലോഡ് അല്ലെങ്കിൽ വെയിറ്റ്. ഈ പ്രൊപ്പല്ലർ ഷാഫ്റ്റുകൾ കൂടുതൽ വെയിറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ വെയിറ്റ് എടുക്കേണ്ടടുത്ത് നമുക്ക് സോളിഡ് ഷാഫ്റ്റ് തന്നെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് ട്വിസ്റ്റിംഗ് ലോഡ് അല്ലെങ്കിൽ ട്വിസ്റ്റിംഗ് മൊമെൻ്റാണ് കൂടുതൽ, ടോർഷണൽ വൈബ്രേഷൻസ് ആണ് ഇവിടെ കൂടുതൽ വരിക. അതുകൊണ്ട് തന്നെ ആ ടോർഷണൽ ലോഡുകൾ താങ്ങാൻ കഴിയുക എന്നുള്ളത് കൂടുതൽ കപ്പാസിറ്റി ഉള്ളത് ട്യൂബുലാർ ഷാഫ്റ്റുകൾക്കാണ്. ഇനി യൂണിവേഴ്സൽ ജോയിൻസ് എന്തിനാണ് കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞു. യൂണിവേഴ്സൽ ജോയിൻസ് ആംഗുലാർ മൂവ്മെൻറ്റ് ബെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ആംഗുലാർ മൂവ്മെൻറ്റ്? നമ്മൾ പറഞ്ഞു ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് ഫ്രണ്ട് എൻജിൻ റിയർ വീൽ ഡ്രൈവ് വെഹിക്കിളിൽ ഡിഫറൻഷ്യൽ വീലിൻ്റെ അതേ ഉയരത്തിലും ഗിയർ ബോക്സും എൻജിനും കുറച്ച് ഉയരത്തിലും ആയിരിക്കും. ആ ഗിയർ ബോക്സും എൻജിനുള്ള അതിന് വീൽസിൻ്റെ അവിടേക്ക് ഒരു എന്താണ് ആംഗിൾ ഇൻക്ലിനേഷനിൽ മാത്രമേ നമുക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഗിയർ ബോക്സിൻ്റെ ഔട്ട്പുട്ട് ഷാഫ്റ്റ് എന്ന് പറയുന്നതും ഡിഫറൻഷ്യൽ ഷാഫ്റ്റ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യലിൻ്റെ ബിവൽ പിനിയൻ്റെ ഷാഫ്റ്റ് എന്ന് പറയുന്നതും രണ്ട് ഹൈറ്റിലുണ്ടാവും. അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് കൊടുക്കുമ്പോൾ അവിടെ ആംഗിൾ വേരിയേഷൻ നടക്കും. അത് മാത്രമല്ല ഈ ഒരു ഡിഫറൻഷ്യൽ വീലും അടങ്ങിയിരുന്ന യൂണിറ്റ് സസ്പെൻഷൻ സിസ്റ്റത്തിൽ ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും ചലിക്കും. അപ്പോഴും ഇത് ആംഗിൾ വേരിയേഷൻ വരും. അതുകൊണ്ട് തന്നെ പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ 2 എൻഡിലും ഡിഫറൻഷ്യൽ സൈഡിലും ഗിയർ ബോക്സ് സൈഡിലും നമ്മൾ യൂണിവേഴ്സൽ ജോയിൻസ് കൊടുക്കുന്നു.
അതിന് പുറമെ എന്താണ്, സ്ലൈഡിങ് ജോയിൻ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. സ്ലൈഡിങ് ജോയിൻ്റ് അല്ലെങ്കിൽ സ്ലിപ്പ് ജോയിൻ്റ്. എന്തിനാണ് ഈ സ്ലൈഡിങ് ജോയിൻ്റ് അല്ലെങ്കിൽ സ്ലിപ്പ് ജോയിൻ്റ് കൊടുക്കുന്നത്? ഈ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് നമ്മൾ പറഞ്ഞു ആംഗിൾ വേരിയേഷൻ, ഒറ്റ ആംഗിളിൽ ഇങ്ങനെ വേരി ചെയ്യുന്നത് മാത്രമല്ല, നമ്മൾ പറഞ്ഞു സസ്പെൻഷൻ സിസ്റ്റത്തിൻ്റെ എന്താണ് ചലനത്തിനനുസരിച്ച് നമ്മുടെ വീൽസ് ഒരു ഹമ്പ് കയറുന്ന സമയത്ത് വീലും ഡിഫറൻഷ്യൽ അടങ്ങിയ ഭാഗം കുറച്ച് പൊന്തും, അല്ലെങ്കിൽ കുഴി ചാടുന്ന സമയത്ത് നോക്കുമ്പോൾ താഴും. അപ്പോൾ സമയത്ത് എന്താ, ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ഡിഫറൻഷ്യൽ ഭാഗം പൊന്തും താഴുന്ന സമയത്ത് താഴോട്ടും മേലോട്ടും ചലിക്കുന്നതിനനുസരിച്ച് നമ്മൾ ഗിയർ ബോക്സിലേക്ക് നിന്ന് ഈ ഒരു ഡിഫറൻഷ്യലേക്ക് വരുന്ന ഈ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് പൊട്ടിപ്പോവാതിരിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, അതിൻ്റെ ഇടയിൽ നമുക്ക് സ്ലൈഡിങ് ജോയിൻറ്റും കൂടി കൊടുക്കണം. അതിൻ്റെ ലെങ്ത് വേരിയേഷൻ ബെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അത് സ്ലൈഡിങ് ജോയിൻ്റ് അതിൽ കൊടുക്കുന്നത്.